everyone, welcome back to Race Education. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ 9ാം ക്ലാസ് സോഷ്യൽ സയൻസിലെ ഒരു ഇമ്പോർട്ടന്റ് കോണ്ടന്റ് ഏരിയ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇന്ത്യയിൽ എങ്ങനെയാണ് നിയമം നിർമ്മിക്കുന്നത്, ദ ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ. അതാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യയിൽ നിയമം നിർമ്മിക്കാനുള്ള സമ്പൂർണ്ണ അധികാരം ആർക്കാണുള്ളത്? ഇന്ത്യൻ പാർലമെന്റിനാണുള്ളത് അല്ലേ? The power to make laws in India is completely vested in the parliament. There are several procedures that is mandated by the constitution and formed in due course as well as in the legislative process. അതായത് ഒരു നിയമം അല്ലെങ്കിൽ ഒരു ബില്ല് നിയമമായി മാറുന്നതിന് ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഓക്കെ, അതൊക്കെ എവിടെയാണ് എഴുതപ്പെട്ടിരിക്കുന്നത്? നമ്മുടെ ഭരണഘടനയിൽ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്ത് ചെയ്തിട്ടുണ്ട്? കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ് ഒരു ബില്ല് പാസ്സാക്കേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ഒരു നിയമം നിർമ്മിക്കേണ്ടതെന്നുള്ള കൃത്യമായ ഡീറ്റെയിൽസ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്ത് ചെയ്തിട്ടുണ്ട്? എഴുതപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി ഒരു ബിൽ പാസിംഗ് അല്ലെങ്കിൽ ലോ മേക്കിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് ഓൺലി എ ടെക്നിക്കൽ പ്രോസസ്, ഇറ്റ് ഇസ് ഓൾസോ എ പൊളിറ്റിക്കൽ പ്രോസസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അതൊരു സാങ്കേതിക പ്രക്രിയ മാത്രമല്ല, എന്തുകൂടിയാണത്? അതൊരു രാഷ്ട്രീയ പ്രക്രിയ കൂടിയാണ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്ന സമയത്ത് ദ ഗവൺമെന്റ് ഉണ്ടാക്കുന്ന ലോസ് എല്ലാം തന്നെ എങ്ങനെയാണ് വരുന്നത്? അതായത് പബ്ലിക്കിന്റെ ഒപ്പീനിയൻസ് ഷേപ്പ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ വേരിയസ് സൊസൈറ്റിയിൽ കിടക്കുന്ന അല്ലെങ്കിൽ വേരിയസ് സ്ട്രാറ്റയിലുള്ള മനുഷ്യരുടെയും പബ്ലിക്കിന്റെ ഒപ്പീനിയൻസ് ഒക്കെ എന്ത് ചെയ്തു? ഗ്യാദർ ചെയ്ത് ആ ഒപ്പീനിയനിൽ നിന്നാണ് എന്താവുന്നത്? ഒരു പെർട്ടിക്കുലർ ലോ മേക്ക് ചെയ്യുന്നത്. ഓക്കെ, അതായത് സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള ജനാഭിപ്രായങ്ങളോട് സർക്കാരിന്റെ പ്രതികരണമാണ് എന്തെന്ന് പറഞ്ഞാൽ നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ. ഇനി ഇന്ത്യയിൽ നിയമം നിർമ്മിക്കുന്ന ഒരു ഡിഫറെന്റ് സ്റ്റേജസ് ഉണ്ട്. ഓക്കെ, ഡിഫറെന്റ് സ്റ്റേജസ് ത്രൂ വിച്ച് എ ബിൽ ബിക്കംസ് ലോ. ഒരു ബില്ല് നിയമമായി മാറുന്നതിന് ഒരുപാട് പ്രക്രിയയിൽ എന്തുണ്ട്? ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. അത് ഫസ്റ്റ് ആണ് എന്ത്? ഫസ്റ്റ് റീഡിംഗ്. ഫസ്റ്റ് വൺ എന്ന് പറയുമ്പോൾ എന്താണ്? ഫസ്റ്റ് റീഡിംഗ്. ഫസ്റ്റ് റീഡിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? എ ബിൽ അതർ ദാൻ എ മണി ബിൽ ഇസ് പ്രസന്റഡ് ഇൻ ഐദർ ഹൗസ് ബൈ എ മിനിസ്റ്റർ ഓർ എ പ്രൈവറ്റ് മെമ്പർ. ഓക്കെ, അതായത് ഒന്നാം വായനയിൽ എന്ത് ചെയ്യുന്നു? ധനബില്ല് അല്ലാത്തൊരു ബില്ല് ഏതെങ്കിലും ഒരു ഹൗസ്, ഐദർ ഇറ്റ് ക്യാൻ ബി രാജ്യസഭ ഓർ ലോക്സഭ, ഏതെങ്കിലും ഒരു ഹൗസിൽ എന്ത് ചെയ്യുന്നു? ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അത് ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? ഒരു പ്രസിഡന്റ്. ഓക്കെ, ഒരു മന്ത്രിയോ അല്ലെങ്കിൽ ഒരു സ്വകാര്യ അംഗമോ അവതരിപ്പിക്കുന്നു. അതാണ് എന്ത് ചെയ്യുന്നത്? ഒന്നാം വായന അല്ലെങ്കിൽ ഫസ്റ്റ് റീഡിംഗിൽ സംഭവിക്കുന്നത്. ഇനി സെക്കൻഡ് റീഡിംഗ് അല്ലെങ്കിൽ രണ്ടാം വായനയിൽ സംഭവിക്കുന്നത് പറഞ്ഞാൽ at this stage the bill is either sent to a committee for examination or debated within the house itself. Changes or amendments can be accepted during this change. Okay, അതായത് രണ്ടാമത്തെ ഘട്ടത്തിൽ എന്ത് ചെയ്യാണ്? ഈ ബില്ല് ഈ ഒരു ഹൗസിന്റെ അണ്ടറിൽ തന്നെ ഒരു കമ്മിറ്റിക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്തിനു വേണ്ടി? അത് നിരീക്ഷിക്കാൻ വേണ്ടി, ഇതിന്റെ പോസിറ്റീവ് സൈഡ്, നെഗറ്റീവ് സൈഡ്സ്, അതുപോലെ തന്നെ ഇത് ഡീറ്റെയിൽ സ്റ്റഡി നടത്താൻ വേണ്ടി ഒരു കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തേക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്തേക്കാം? ഹൗസിൽ തന്നെ ഈ ബില്ലിന്റെ പേരിൽ ഡിബേറ്റ്സുകൾ നടത്തിയേക്കാം. അതിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും അമെൻമെന്റ്സോ അല്ലെങ്കിൽ ചേഞ്ചസോ എന്തെങ്കിലും വരണമെങ്കിൽ അതൊക്കെ നടക്കുന്നത് എവിടെയാണ്? ഈ ഒരു സ്റ്റേജിലാണ്, സെക്കൻഡ് സ്റ്റേജ് അല്ലെങ്കിൽ രണ്ടാം വായനയിൽ. ഓക്കെ, സെക്കൻഡ് റീഡിംഗ് അല്ലെങ്കിൽ രണ്ടാം വായനയിലാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു പ്രൊസീജിയേഴ്സ് ഒക്കെ നടക്കുന്നത്. ഇനി തേർഡ് റീഡിംഗ് എന്ന് പറയുന്ന സമയത്ത് ഈ തേർഡ് റീഡിംഗിൽ ദ ഹൗസ് അപ്രൂവ്സ് ഓർ റിജക്ട്സ് ബിൽ. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഡിബേറ്റ്സ് ഒക്കെ നടന്നു, കമ്മിറ്റി ഒക്കെ എക്സാമിൻ ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്തേക്കാം? ഇപ്പം രാജ്യസഭയാണെങ്കിലും ലോക്സഭയിലാണെങ്കിലും ഏത് ഹൗസിലാണെങ്കിലും ആ സഭ ഒരു പക്ഷേ എന്ത് ചെയ്തേക്കാം? അംഗീകരിച്ചേക്കാം അല്ലെങ്കിൽ റിജക്ട് ചെയ്തേക്കാം. ഇതാണ് ഇവിടെ നടക്കുന്നത്, തേർഡ് റീഡിംഗിൽ നടക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ once the bill completes all the stage in the house where it was initially introduced, the same process is being repeated in the second house. ഓക്കെ, നമ്മൾ പറഞ്ഞു, അതായത് പാർലമെന്റ് ഏതെങ്കിലും ഒരു ഹൗസിലായിരിക്കും എന്ത് ചെയ്യുക? ഇനീഷ്യലി ഈ ഒരു ബിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ, അപ്പൊ ലോക്സഭയിലാണ് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ ലോക്സഭയിൽ എന്ത് ചെയ്യുന്നു? ഈ ബില്ലുമായിട്ടുള്ള ഫസ്റ്റ് റീഡിംഗ്, സെക്കൻഡ് റീഡിംഗ്, തേർഡ് റീഡിംഗ് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ലോക്സഭ അംഗീകരിച്ചു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? അത് രാജ്യസഭയിലേക്ക് സെൻഡ് ചെയ്യുന്നു. ഓക്കെ, രാജ്യസഭയിൽ എന്താവുകയാണ്? ഇതേ സെയിം പ്രൊസീജിയേഴ്സ് ഒക്കെ തന്നെ അവിടെ നടക്കുകയാണ്. അതായത് ഫസ്റ്റ് റീഡിംഗ്, സെക്കൻഡ് റീഡിംഗ്, തേർഡ് റീഡിംഗ് എന്നീ പ്രൊസീജിയേഴ്സ് എവിടെ നടക്കുന്നു? രാജ്യസഭയിലും സംഭവിക്കുന്നു. ഓക്കെ, if both houses agree on the final version of the bill, it is then submitted to the president for assent. അതായത് രണ്ട് ഹൗസസും ലോക്സഭയും രാജ്യസഭയും ഈ ബില്ല് അംഗീകരിക്കുകയാണെങ്കിൽ അത് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ ആർക്ക് അയച്ചു കൊടുക്കുന്നു? നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റിന്. എന്തിനു വേണ്ടി? അത് അംഗീകരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അത് അസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രസിഡന്റിന് സബ്മിറ്റ് ചെയ്യുന്നു. once the president gives his or her assent, the bill officially becomes the law. ഓക്കെ, അതായത് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിക്കുന്നതോടുകൂടി എന്താവുന്നു? ബില്ല് നിയമമായി മാറുന്നു.
ഓക്കെ, നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ, ആ ബില്ല് അംഗീകരിച്ചു കഴിഞ്ഞാൽ അതെന്താവുന്നു, അത് നിയമമായി മാറുന്നു. ഇങ്ങനെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഒരു ബില്ല് നിയമമായി മാറുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു കോണ്ടന്റ് ഏരിയ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇതുപോലത്തെ ഒരുപാട് കോണ്ടന്റ് വീഡിയോസ് എന്ത് ചെയ്യുന്നതായിരിക്കും, നമ്മുടെ യൂട്യൂബ് ചാനൽ, റേസിന്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.